എൻ്റെ യാത്രകളിൽ എനിക്ക് ടേണിംഗ് പോയിന്റ്സ് വന്നിട്ടുള്ള ഒക്കെ വഴിയിലാണ്. വഴിയിൽ വെച്ചിട്ട് ഓരോ ടേണിംഗ് പോയിന്റ്സ് വരും. അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിക്കുക. ബാക്കിയൊക്കെ വഴിയിൽ 2 दिन छुट्टी. ओ मैं आपका साथ आएगा है तुम तो आपका गांव पूरा ऐसा शूटिंग करने के लिए थोड़ा हेल्पिंग. ട്രെയിന് ഫുള്ള് കാലിയായിട്ടോ. മംഗലാപുരമാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി. നീ എവിടെ? വീട്ടിലോ? എടാ, ഇത്ര ദൂരത്തുനിന്ന് ഞാനിവിടെ ഓടി എത്തിയിട്ട് അവിടെ വീട്ടിലിരിക്കുക. ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് എന്ത് ഉത്തരവാദിത്തമില്ല. ഞാൻ സേലത്തൂർ മൈതാനം ഒരു ഹോട്ടലിൽ സീറ ചായ കുടിച്ചോണ്ടിരിക്കണു. ഓക്കെ, 10 മിനിറ്റ് ഞാൻ ഉണക്കായി വെയിറ്റ് ചെയ്യൂ. നീ സീക്രം ബാ. മുറുസാഗർ എക്സ്പ്രസ് ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. ഷൊർണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ കയറിയിട്ട് നമ്മളിപ്പോൾ മിന്നുന്നതാണ് കേട്ടോ. का नाम क्या है भैया? गिरिराज गुजर है. गिरिराज गुजर. वाह. अब किधर से? जयपुर. जयपुर. जयपुर कितना डेज का बाद उधर आएगा? कल नहीं जाएगा परसों. परसों शाम को. നാളെ ഈ സമയത്ത് 24 hours. ഓൺലി 24 hours नहीं है. 48 മണിക്കൂറിന് ശേഷം അജ്മീർ എത്തും. अजमेर. ओके ओके. काम अच्छा है? काम अच्छा है? काम अच्छा भी है, नहीं भी है, मतलब काम ड्यूटी होने के लिए छुट्टी है आपका? छुट्टी ये ट्रेन अजमेर पहुंचेगा. हाँ. उसके 2 दिन बाद में छुट्टी हमारा. छुट्टी है 2 दिन छुट्टी. ओ मैं आपका साथ आएगा है तुम तो आपका गांव पूरा ऐसा शूटिंग करने के लिए थोड़ा हेल्पिंग. 2 दिन मैं तुमको पास है. ठीक है. അപ്പോൾ നമ്മളെ ആ ഒരു സംശയം ഇവിടെ വെച്ചിട്ട് ഞാൻ തീർത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും. എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇറങ്ങും. എന്നിട്ട് അടുത്ത ട്രെയിനിൽ കയറാൻ പറ്റുമോ, 12 മണി കഴിഞ്ഞാൽ ഇനി വേറെ ടിക്കറ്റ് വേണോ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രി 11 മണിക്ക് നമ്മൾ അവിടെ നിന്ന് കയറി. ഇവിടെ നമ്മൾ 12 മണി കഴിഞ്ഞ് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ, അതായത് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വരുന്നത്. 1:15 1:35 ട്രെയിൻ വരുന്നത്. ഏതിൽ വേണമെങ്കിലും നമുക്ക് കയറി പോകാം കേട്ടോ. ഈ ടിക്കറ്റ് വെച്ചിട്ട് ഒരു വിഷയമല്ല എന്ന് പറയുന്നത്. അപ്പോൾ സംശയം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലാതെ നമുക്ക് അറിയാതെ പോയി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ ഓക്ക എക്സ്പ്രസ് അതോ പോകുന്നു കേട്ടോ. ഓക്ക എക്സ്പ്രസ്സിൽ കയറി, അതിൽ നല്ല തിരക്ക്, ഇറങ്ങി. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വീക്കിലി എക്സ്പ്രസ്. അത് ഏതോ മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ട്രെയിനാണ്. അതായത് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്കൊക്കെ പോകുന്ന പുതിയൊരു ട്രെയിൻ വന്നിട്ടില്ലേ. അപ്പോൾ അത് രാമേശ്വരത്ത് നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ഒരു ട്രെയിന് പുതിയൊരു ട്രെയിനായതുകൊണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് 3 സ്റ്റോപ്പേ വരുന്നുള്ളൂ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഇത്ര വരുന്നുള്ളൂ. അതുകൊണ്ട് തിരക്ക് കുറവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, പ്രതീക്ഷിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതേ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ട്രെയിന് വരുന്നതായിരിക്കും. ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. പുതിയ ട്രെയിൻ കേട്ടോ, പുതിയ ട്രെയിന്. എത്ര റൂട്ട് ഓടിയിട്ടുണ്ടാവും? 4 റൂട്ടോ 5 റൂട്ടോ. മേലത്തെ സീറ്റ് ഇഷ്ടംപോലെ സീറ്റുകളുണ്ടാവും. പക്ഷെ മേലത്തെ ബെർത്ത് അതങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല. അതിനാണ് പടി. കാലിയ ഏതൊരു യാത്രയുടെ തുടക്കവും നല്ല കഠിനമായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രെയിനൊക്കെ കയറുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് 2 മൈൻഡ് വരും. എന്തിനാ എത്ര കഷ്ടപ്പെട്ടിട്ട് പോകുന്നത്? ഈ ട്രെയിനിൽ തന്നെ പോകണോ, ഇനി അടുത്ത ട്രെയിനിൽ പിടിച്ചാൽ പോരെ? തുടക്കത്തിൽ ഒരിക്കലും ഡിസിഷൻ മാറരുത്. നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് ഇറങ്ങിത്തിരിക്കുക. എന്നിട്ട് ടേണിംഗ് പോയിന്റ്സ് വരുന്നത്. എൻ്റെ യാത്രകളിൽ എനിക്ക് ടേണിംഗ് പോയിന്റ്സ് വന്നിട്ടുള്ള ഒക്കെ വഴിയിലാണ്. വഴിയിൽ വെച്ചിട്ട് ഓരോ ടേണിംഗ് പോയിന്റ്സ് വരും. അപ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ബാക്കിയൊക്കെ വഴിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കോഴിക്കോട് ഇറങ്ങിയിട്ട് ഓക്കെ എക്സ്പ്രസ്സിൽ നോക്കുമ്പോൾ നല്ല തിരക്ക്, ഒരു രക്ഷയില്ല. ചടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചടപ്പ്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ഒന്നാമത്തെ കേസ്, ഈ ട്രെയിനിൽ പോകുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് ഇതധികം സ്റ്റോപ്പില്ല. ഇനി അടുത്തത് കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം 3 സ്റ്റോപ്പ്. അപ്പോൾ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്.
ബർത്ത് കുറച്ച് സീനാണ്, എല്ലാത്തിലും ആൾക്കാരുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നാലും സീനില്ല. പക്ഷെ നമുക്ക് എന്തായാലും സീറ്റ് ഇരുന്നിട്ട് പോകാൻ പറ്റിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്, സെറ്റാണ്. ട്രെയിന് ഫുള്ള് കാലിയായിട്ടോ. മംഗലാപുരമാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി. എന്താ പുറത്തൊരു ക്ലൈമറ്റ് നോക്ക്, ചെറിയൊരു കോടമഞ്ഞോ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇത് ഈ ട്രെയിനിൽ കിട്ടിയോണ്ട് കയറിയോണ്ട് മാത്രം കിട്ടിയൊരു അവസരമാണ്. നല്ലൊരു ഉറക്കവും അതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. പുതിയ ട്രെയിനായതുകൊണ്ട് ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ, അമ്മാതിരി സാധനം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയാം കേട്ടോ, ബസ് സ്റ്റാൻഡിന്. അപ്പോൾ നമുക്ക് പോകേണ്ടത് സ്റ്റേറ്റ് ബാങ്കിലേക്ക് 50 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ യാത്ര മംഗലാപുരത്ത് നിന്ന്. മനോഹരമായിട്ടുള്ള ആ ഒരു പ്രഭാത ദൃശ്യങ്ങളൊക്കെ കാണാം നമുക്ക്. അധിക ദൂരമൊന്നുമില്ല. 8 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്റർ. ജസ്റ്റ് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ബാംഗ്ലൂർ സിറ്റി. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ. ബാംഗ്ലൂരു നഗരം പ്രഭാതം ഉണരുന്നു. 7:30 മണി കഴിഞ്ഞു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നീങ്ങാന്ന് വിചാരിച്ചു. ഇതുപോലെ ഓരോ ചായക്കടകളും പെട്ടിക്കടകളൊക്കെ ഉണ്ട്. ബൈ ചായ 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 നെയ്യ ചായ ഇവിടെ ഉണ്ടാവും. മംഗലാപുരത്തിന് മാറ്റങ്ങളൊന്നുമില്ല, പഴയ അതേപോലെ തന്നെ. ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഇതാണ്. സൂര്യനിങ്ങനെ ഉദിച്ചു. ആഹാ, ഒരുപാട് ജോലിക്കാർ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടുത്തെ ചായ എങ്ങനെയുണ്ട്? ചെറിയ ഗ്ലാസ് കേട്ടോ. ചായ ഒന്ന് കുടിച്ചോക്കട്ടെ, എന്താ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒരു നൈസ് ചായ, കൊള്ളാം. ഓരോ നാട്ടിൽ ചായ എന്ന് പറയുന്ന സാധനം ഓരോ ടേസ്റ്റ് കേട്ടോ. അതെന്താ പറയുക, അതിനെ കുറ്റങ്ങളും കുറവുകളൊന്നും പറയാനല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടറിയില്ല നിങ്ങൾക്ക്, ഇതിൻ്റെ കളർ കണ്ടറിയില്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റ്. കറണ്ടടുപ്പിലുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഈ ചായ ഒന്ന് കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. നമ്മൾ ആദ്യം ക്യാൻസലാക്കി കേട്ടോ. ഈ ബസ്സിലും പോവാം. ഈ ബസ്സും സ്ഥലത്തൂർ പോവും, അവിടെ ഇറക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ കയറാം അല്ലേ? ഇതിൽ കയറി നോക്കാം. രാവിലെ തന്നെ ഫസ്റ്റ് യാത്ര ചെയ്യുമ്പോഴേ ചിലപ്പോൾ അവരത് മാർക്കറ്റ് എങ്ങാനും കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരും. ഇവിടെ മാത്രമാണ് നമുക്ക് എന്താ പറയുക, എല്ലാ ഭാഷകളും സംസാരിക്കാൻ പറ്റുള്ളൂ. ഉള്ളി ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കന്നഡ തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ സേലത്തൂർ എന്ന് പറയുന്ന സ്ഥലം. മംഗലാപുരത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാത്രി ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഉറക്കം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. ഇനി എത്ര ഉറങ്ങിയാലും മതിയാവൂല. അപ്പോൾ എന്താ പറയുക, ഇനിയാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. എന്താ പറയുക, എന്താ ചെയ്യാന്നൊക്കെ നമുക്ക് വൈകാതെ കാണാം. വെയിറ്റ് ആൻഡ് സീ. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ചാർജും ചെയ്യണം, ഫുഡും കഴിക്കണം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കർണാടകയിൽ ഇങ്ങനെ ഉള്ള ഏരിയയിലൊക്കെ കയറിയിട്ട് ഒരു ഹോട്ടലിനൊക്കെ ഫുഡ് കഴിക്കേണ്ടത്. എന്താ കഴിക്കള്ളേ? അപ്പോൾ ആളെനിക്ക് ഈ സീറ്റ് തന്നു കേട്ടോ. ചാർജ് ഇവിടെ ഇരുന്ന് ചെയ്തു പറഞ്ഞിട്ട്. എനിക്ക് ഭാഷ മനസ്സിലാവുന്നൊന്നുമില്ല, അവർക്ക് മലയാളം അറിയണമില്ല. സീര സ്വീറ്റാ കേസരി. ആ ഒരു സീര മലയാളം അറിയോ? ഞാൻ സ്ഥലത്തൂര്. ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഫ്രണ്ടിനെ കാണാം. പാലക്കാട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്.
സീറ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. കഴിക്കാത്ത ഫുഡുകൾ, അറിയാത്ത നാട്, അറിയാത്ത ആൾക്കാർ, ഇതൊക്കെ ഫീലാട്ടോ. കേസരി ഇല്ല നമ്മളെ തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്ന കേസരി പോലെ തന്നെ ഇതും ചായയും. ഇനി വേറൊരു ടിസ്റ്റ് കാണിച്ചു തരാം. ഏൻ മകനെ എക്കടെ എവിടെ എവിടെ എവിടെ? ആ ഞാനിവിടെ എത്തി. നീ എവിടെ? വീട്ടിലോ? എടാ ഇത്ര ദൂരത്തുനിന്ന് ഞാനിവിടെ ഓടി എത്തിയിട്ട് അവിടെ വീട്ടിലിരിക്കുക. ഇങ്ങനത്തെ സ്ഥലത്തിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് എന്ത് ഉത്തരവാദിത്തമുള്ള ആളെ. എന്ത്? ഞാൻ സേലത്തൂർ മൈതാനം ഒരു ഹോട്ടലിൽ സീറ ചായ കുടിച്ചോണ്ടിരിക്കണോ. ഓക്കെ, 10 മിനിറ്റ് ഞാൻ ഉണക്കായി വെയിറ്റ് ചെയ്യൂ. നീ സീക്രം ബാ. എവിടെ പോവാ? വീട്ടില് ഇവിടുന്ന് ഫ്രഷ് ഇജ്ജ് വരുമ്പത്തിന് ഞാൻ ഫ്രഷ് ആയിട്ട് നിന്നാ പോരെ? ഇവിടെ എന്തേലും ഒന്നുമില്ല. അത് പറവല്ലേ പ്രശ്നമേ കിട്ടിയത്. തമിഴ് വിട്ടിട്ടില്ല ചങ്ങായി. ഞാൻ നോക്കട്ടെ. ഞാൻ ഈ സീറ കഴിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇജ്ജെപ്പോഴും വരിക? പെട്ടെന്ന് വാ. കാട്ടുമുക്കലിൻ്റെ അടുത്ത് ഇറങ്ങാനും പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണ് നീ കാണിക്കണേ? എന്താ ചെങ്ങായി ഞാൻ മകനെ, നിനക്കൊരു ഉത്തരവാദിത്തല്ലേ? ഇജ്ജ് വേഗം വാ. ആ ശരി ഓക്കെ.